നമസ്കാരം, ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഡെയിലി അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ ഭാഗം ഷെയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിൽ റിലേറ്റീവ്സിൽ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ്, ജനുവരി മാസത്തെ പെൻഷൻ വിതരണം ഈ മാസം അവസാന ആഴ്ചകളിലായിരിക്കും നടത്തുക. ജനുവരി മാസം 20-നും 30-ാം തീയതിക്കും ഇടയിലായിരിക്കും ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ വിതരണം നടക്കുക. 2000 രൂപ വീതമാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ച പെൻഷൻ തുക ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തുക മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഈ സമയത്ത് സ്ത്രീ ഗുണഭോക്താക്കളോട് ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ അത് കൃത്യമായിട്ട് സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സംശയമുള്ളവർക്ക് ആ വീഡിയോ കൂടെ കണ്ട് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാവുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് നാളെ ഇതുവരെ, അതായത് പെൻഷൻ ലഭിച്ചു തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെയും ഈ വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളവർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് കൃത്യമായിട്ട് പഞ്ചായത്ത് എടുക്കുകയും അങ്ങനെയുള്ളവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് പൊതുവായിട്ട് ഇപ്പോൾ ഈ ഒരു രേഖ സമർപ്പണം, വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ആ ഒരു രീതിയിൽ ആനുകൂല്യം വാങ്ങുന്ന എല്ലാവരും കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പെൻഷൻ മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് കാലയളവിൽ ആവശ്യപ്പെടുന്ന രേഖകൾ സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കർഷകർക്ക് സബ്സിഡി നിരക്കിൽ യന്ത്ര സാമഗ്രികൾ ലഭിക്കുന്ന പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഡിസംബർ 31-ാം തീയതി ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ നമ്മുടെ അടുത്തുള്ള കൃഷിഭവനിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്കീമിനെ പറ്റിയുള്ള വിശദ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരുന്നതാണ്. ഇതുകൂടാതെ ഇത് സംബന്ധിച്ച് വീഡിയോ ഓൾറെഡി ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ആ വീഡിയോ ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ലഭിക്കുന്നതായിരിക്കും. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആധാർ കാർഡുകൾ എടുത്തിട്ട് 10 വർഷമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഡോക്യുമെന്റ് അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. അഡ്രസ് പ്രൂഫ് അതോടൊപ്പം തന്നെ ഐഡന്റിറ്റി പ്രൂഫ്, അങ്ങനെ 2 രേഖകളായിട്ടാണ് ചേർന്ന് നമുക്ക് ഈ ഒരു ആധാർ കാർഡ് അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി പറ്റുക. അപ്പോൾ അതുകൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിൽ 10 വർഷം കഴിഞ്ഞിട്ടുള്ളവർ അപ്ഡേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബയോമെട്രിക് അപ്ഡേഷൻ, വിരലുകൾ കണ്ണുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. നിലവിലെ പഴയ ഫോട്ടോ മാറ്റി നിങ്ങൾക്ക് പുതിയ ഫോട്ടോ ആക്കി എടുക്കാവുന്നതാണ്. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ ഭാഗമായിട്ട് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കും. അപ്പോൾ ഇതിലിപ്പോൾ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ വ്യക്തികൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ പേരുകൾ കൃത്യമായിട്ട് BLOമാർ ഹിയറിംഗിലൂടെ നോട്ടീസുകൾ കൈമാറ്റം ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, നമുക്ക് കൃത്യമായിട്ട് ഏത് രേഖയാണ് ഇതിനു വേണ്ടി സമർപ്പിക്കേണ്ടത്, വോട്ടർ പട്ടികയിൽ പേര് നിലനിർത്തുന്നതിന് വേണ്ടി ഏത് രേഖയാണ് സമർപ്പിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളും ഉദ്യോഗസ്ഥർ നൽകുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അനുസരിച്ച് രേഖകൾ കൃത്യമായിട്ട് ഹാജരാക്കുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ പിഴവ് വരുത്തുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വോട്ടിടാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. എന്തെങ്കിലുമൊക്കെ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ 2 തവണ മാത്രമാണ് ഇത്തരത്തിൽ ഇൻഫർമേഷനൊക്കെ പാസ് ചെയ്യുക. എന്നാൽ പട്ടികയിൽ നിന്ന് പേര് പോയി കഴിഞ്ഞാൽ അത് പിന്നീട് വീണ്ടും ഒന്നേന്ന് അത് തുടക്കം മുതൽ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു സമയം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം വിനിയോഗിക്കാനുള്ള ഒരു പ്രധാന കടമ്പ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങളും കൂടുതൽ ഗൗരവമായിട്ട് കാണുകയും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ BPL കാർഡുകൾക്ക് ഏകദേശം 1 ലക്ഷത്തോളം പുതിയ കാർഡുകൾ വിതരണം ചെയ്യുന്നതെന്നാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചിട്ടുള്ളത്. അതായത് നിരവധി ആളുകൾക്ക് സൗജന്യ ഭക്ഷ്യദാനം ഉൾപ്പെടുന്ന ആനുകൂല്യങ്ങൾ സർക്കാരിന് മറ്റ് പെൻഷൻ പദ്ധതികൾ ഉൾപ്പെടുന്ന മുൻഗണന നൽകി ലഭിക്കുന്നതായിരിക്കും. പടിപടിയായിട്ടായിരിക്കും അപേക്ഷകൾ സ്വീകരിക്കുക. ഡിസംബർ മാസം 31 വരെ സ്വീകരിച്ച അപേക്ഷകളിൽ കൃത്യമായിട്ട് റേഷൻ കാർഡ് വിതരണം വളരെ വേഗത്തിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഏറ്റവും അവസാനത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. 8 ലക്ഷത്തിന് മുകളിൽ വരുന്ന അപേക്ഷകളാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. വളരെ വൈകാതെ തന്നെ ഈ തുകയുടെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും. പ്രതിമാസം 1000 രൂപ വീതമാണ് ധനസഹായം ലഭിക്കുക. മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. ഇതിന്റെ ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഈ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ടൈം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതല്ല. ഇതോടുകൂടി നിങ്ങളുടെ പെൻഷൻ 1000 രൂപ മുടങ്ങുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക്